Okay, number first question. The potential energy of a particle with the displacement x is ux. The motion is simple harmonic if k is a positive constant. Then potential energy equation നമ്മൾ എന്താ പഠിച്ചേ? half k x square. Displacement ഇവിടെ x അല്ലേ, അപ്പോൾ half k x square. ഇതൊരു പോസിറ്റീവ് ആണ്, എന്നിട്ട് u ഇസിക്കൽ ടു പ്ലസ് ഹാഫ് k x square എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. k plus k x square by 2. So the answer is option C. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് സിമ്പിൾ ഹാർമോണിക് ഫംഗ്ഷൻ? നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും y ഇസിക്കൽ ടു, ഫസ്റ്റ് ഓപ്ഷൻ എന്താ? y ഇസിക്കൽ ടു a sin 2 ഒമേഗ ടി പ്ലസ് b cos 2 ഒമേഗ ടി. b നോക്കി, y ഇസിക്കൽ ടു a sin ഒമേഗ ടി പ്ലസ് b cos 2 ഒമേഗ ടി. ഈ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് രണ്ടും രണ്ടാ അല്ലേ. നമുക്കപ്പോൾ ഇതിന് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഫേസ് ഡിഫറൻസ് ഒരിടത്ത് ഒമേഗ ടിയും ഒരിടത്ത് 2 ഒമേഗ ടി ആണ്. അപ്പോൾ അതെന്തല്ല, സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ മേക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ 4 സെൻറ്റിമീറ്റർ ലോങ്. അപ്പോൾ ഇവിടുത്തെ എന്താ പാത്ത് ലെങ്ത് തന്നിട്ടുണ്ട്, അതായത് ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാ? 4 സെൻറ്റിമീറ്റർ ആണ്. Its velocity while passing through the center of the line is 16 centimeter per second. Velocity എവിടുത്തെയാണ്? സെൻറ്ററിലാണ് തന്നിട്ടുള്ളത്, അതായത് മീൻ പൊസിഷനിൽ. വെലോസിറ്റി അറ്റ് മീൻ പൊസിഷൻ തന്നിട്ടുണ്ട്, 16 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? മീൻ പൊസിഷൻ ആകുമ്പോൾ വെലോസിറ്റി മീൻ പൊസിഷനിലാണ് മാക്സിമം ആവുന്നത്. വെലോസിറ്റി അറ്റ് മീൻ പൊസിഷൻ ഈസ് ഈക്വൽ ടു വി മാക്സിമം ഈസ് ഈക്വൽ ടു എന്താടാ? എ ഒമേഗയാണ്. അപ്പോൾ എ ഒമേഗയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത് എത്രയാ? 16 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഇനി എയുടെ വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. പാത്ത് ലെങ്തിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ. അവിടുന്ന് ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ എത്രയാ? ആംപ്ലിറ്റ്യൂഡ് ഈസിക്കൽ ടു പാത്ത് ലെങ്ത് ബൈ 2. അപ്പോൾ 4/2 എടുക്കുമ്പോൾ എത്ര കിട്ടും? 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ആംപ്ലിറ്റ്യൂഡ്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം 2 ഇൻറ്റു ഒമേഗ ഈസ് ഈക്വൽ ടു 16 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഇവിടുന്ന് ഒമേഗ എത്ര കിട്ടുമടാ? 8 എന്ന് കിട്ടും. 8 റാഡ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഒമേഗയുടെ വാല്യൂ കിട്ടി. ഇനി ഒമേഗ 8 റാഡ് പെർ സെക്കൻഡ് ആണെങ്കിൽ ഒമേഗയിൽ നമുക്ക് എന്ത് വേണം? ടൈം പീരീഡ് വേണം. ഒമേഗയും ടൈം പീരീഡ് ആയിട്ടുള്ള റിലേഷൻ എന്താ? ഒമേഗ ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ടി. ഇറ്റ് ഈസ് ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ അല്ലേ. ഇനി 2π ഡിവൈഡഡ് ബൈ ഒമേഗയുടെ വാല്യൂ എത്രയാ? 8 ഈസ് ഈക്വൽ ടു π/4 എന്ന് കിട്ടി. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോടാ? π/4 സെക്കൻഡ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട്സ് ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ആൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 2 സെൻറ്റിമീറ്റർ. വെൻ ദി പാർട്ടിക്കിൾ ഈസ് അറ്റ് 1 സെൻറ്റിമീറ്റർ ഫ്രം ദ മീൻ പൊസിഷൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഇറ്റ്സ് ആക്സിലറേഷൻ. ദെൻ ദി ടൈം പീരീഡ് ഇൻ സെക്കൻഡ്സ് വിൽ ബി. അപ്പോൾ നമുക്ക് എന്തറിയാം? ഒരു അറ്റ് എ ടൈമിൽ, അതായത് 1 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള എക്സ് 1 സെൻറ്റിമീറ്റർ ആയപ്പോൾ എന്ത് ചെയ്തു? അവിടുത്തെ വെലോസിറ്റി ആക്സിലറേഷൻ ഈക്വൽ ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ എപ്പോഴാണ്? എക്സ് 1 സെൻറ്റിമീറ്റർ ആയപ്പോൾ. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താ? ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് അല്ലേ. ഇത് നമുക്ക് ഈ ഒമേഗ ഒരു ഒമേഗ വെട്ടിപ്പോയി. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു എക്സ് എന്ന് കിട്ടി. ഇനി എയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെടാ? 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ 1 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൂട്ട് ഓഫ് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു എക്സ് എത്രയാ? 1. റൂട്ട് ഓഫ് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ റൂട്ട് 4 മൈനസ് 1 റൂട്ട് 3 ഈസ് ഈക്വൽ ടു ഒമേഗയ്ക്ക് നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? ടൈം പീരീഡ് വേണം. അപ്പോൾ ഒമേഗയ്ക്ക് 2π/t എന്ന് ഇട്ട് കൊടുക്കാം. ഇവിടുന്ന് ടി ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 2π/√3 എന്ന് കിട്ടി. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The displacement of a particle executing XHM is given by y is equal to 0.25 sin 200t centimeter. The maximum speed of the particle is. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. y is equal to 0.25 into sin 200t centimeter. ഇനി നമുക്ക് മാക്സിമം സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം സ്പീഡ് വി മാക്സിൻ്റെ ഇക്വേഷൻ എന്താ? എ ഒമേഗയാണ്. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ എത്രയാണ്? 0.25 ആണ്. ഇൻറ്റു ഒമേഗയുടെ വാല്യൂ എത്രയാണ്? സൈൻ ഒമേഗ ടി. അപ്പോൾ ഒമേഗ 200 എന്ന് കിട്ടും. 0.25 ഇൻറ്റു 200. 0.25 നമുക്ക് ഇട്ട് കൊടുക്കാം. 1/4 എന്ന് ഇട്ട് കൊടുത്താൽ 1/4 ഇൻറ്റു 200 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ.
Okay അല്ലേ? Okay. Next question. Which of the following relationships between the acceleration A and the displacement x of a particle executing simple harmonic motion? നമ്മൾ ആദ്യമേ പറഞ്ഞതാ എയുടെ ഇക്വേഷൻ എന്താ? എ ഈസ്, അതായത് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് ആണ്. അവിടുന്ന് എ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? മൈനസ് എക്സ് ആണെന്ന്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? മൈനസ് കെ എക്സ് എന്ന് കിട്ടും. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി എക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവാൻ. ഇവിടെ നോക്കിയാൽ എക്സിൻ്റെ സ്ക്വയർ ഉണ്ട്, അപ്പോൾ ഇതല്ല. ഇവിടെ എക്സിന് സ്ക്വയർ ഉണ്ട്, ഇതല്ല. ഇവിടെ മൈനസ് ഇല്ല, അപ്പോൾ ഇതല്ല. ഏത് ആൻസറായിട്ട് വരും? എ ഈസ് ഈക്വൽ ടു മൈനസ് 2x എന്നുള്ള ഓപ്ഷൻ ഡി എന്തായിട്ട് വരും? ആൻസറായിട്ട് വരും. ക്ലിയർ അല്ലേടാ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The function sin omega t minus cos omega t represents. ഏത് ഓപ്ഷൻ വരുമെന്ന് നോക്കണ്ടേ? എ സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് എ പീരിയഡ് പൈ ബൈ ഒമേഗ, എ സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് എ പീരിയഡ് 2π ബൈ ഒമേഗ, പീരിയോഡിക് ബട്ട് നോട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് എ പീരിയഡ് പൈ ബൈ ഒമേഗ, പീരിയോഡിക് ബട്ട് നോട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് പീരിയഡ് 2π ബൈ ഒമേഗ. അപ്പോൾ ആദ്യം നമുക്കിത് എന്താ സിമ്പിൾ SHMലാണോ അല്ലയോ നോക്കണം. നമുക്ക് ഇക്വേഷൻ എഴുതാം. y ഈസ് ഈക്വൽ ടു എന്താണ്? സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി. y ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? ഒരു √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡും ചെയ്യാം. അപ്പോൾ √2 ഇൻറ്റു ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1/√2 ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 1/√2 ഇൻറ്റു കോസ് ഒമേഗ ടി. y ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു സൈൻ ഒമേഗ ടി ഇൻറ്റു 1/√2നെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് പൈ ബൈ 4 എന്ന് എഴുതാം. ഏതൊക്കെ ഇവിടെ എഴുതാം? മൈനസ് ഇവിടെ ഒരു എന്തുണ്ട്? 1/√2 ഉണ്ട്. അതിനെ നമുക്ക് എന്ത് എഴുതാം? സൈൻ പൈ ബൈ 4 എന്ന് എഴുതാം ഇൻറ്റു കോസ് ഒമേഗ ടി. ഇങ്ങനെ കിട്ടിയില്ലേ നമുക്ക്? സൈൻ എ കോസ് ബി മൈനസ് സൈൻ ബി കോസ് എ എന്തെന്ന് കിട്ടും? സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് കിട്ടും. y ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു സൈൻ ഇൻറ്റു എന്തെന്ന് കിട്ടും? ഒമേഗ ടി മൈനസ് പൈ ബൈ 4 എന്ന് കിട്ടും. ഇനി പറയടാ, ഇതൊരു SHMൻ്റെ ഇക്വേഷൻ ആണോ അല്ലേ? അതെ, ഇതൊരു SHMൻ്റെ ഇക്വേഷനിൽ നമുക്ക് കിട്ടി. സോ നമുക്ക് പറയാം ഇറ്റ് ഈസ് ആൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒന്നെങ്കിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആണ്, നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കാം? ടൈം പീരീഡ് കണ്ടുപിടിക്കാം. ഒമേഗയ്ക്ക് എന്ത് ഇട്ട് കൊടുക്കാം? 2π ബൈ ടി എന്ന് ഇട്ട് കൊടുക്കാം. ഇവിടുന്ന് ടി എന്ത് കിട്ടുമടാ? ടി ഈക്വൽ ടു 2π ബൈ ഒമേഗ എന്ന് കിട്ടി. സോ ടൈം പീരിയഡ് 2π ബൈ ഒമേഗ ഉള്ളൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷനാണ് സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി എന്ന് നമുക്ക് കിട്ടി. ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. A particle in SHM is described by the displacement function xt is equal to a cos omega t plus theta. If the initial t is equal to 0, position of the particle is 1 centimeter and its initial velocity is pi centimeter per second. The angular frequency of the particle is pi rad per second, then its amplitude is. അപ്പോൾ ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താ? അല്ലെങ്കിൽ ഇനിഷ്യൽ ടൈമിൽ t 0 ആകുമ്പോൾ അറ്റ് t ഈക്വൽ ടു 0 എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? നീ ആ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. എക്സിന് 1 ഇട്ട് കൊടുക്കാം. 1 ഈസ് ഈക്വൽ ടു നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിട്ട് മാറുമെന്നാ? 1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? കോസ് ഇൻറ്റു ടി എത്രയാ? 0 അപ്പോൾ ഒമേഗ ടി എന്തായാലും 0 ആയിട്ട് മാറും. കോസ് തീറ്റ എന്ന് വരും. 1 ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ. ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷനായിട്ട് കിടക്കട്ടെ. ഓക്കെ അല്ലേ? ഇനി ഈ ടൈം പീരീഡ് 0 ആകുമ്പോൾ തന്നെയുള്ള വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് പൈ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്നും ഫ്രീക്വൻസി പൈ റാഡ് പെർ സെക്കൻഡ് എന്നും തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം, വെലോസിറ്റി കണ്ടുപിടിക്കാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? dx/dt വെലോസിറ്റി v ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴോ എ ഇൻറ്റു ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റയുടെ ഒമേഗ നമ്മളെടുത്ത് ബാക്കി എന്തുണ്ട്? മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു v ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ എന്ന് കിട്ടി. കിട്ടിയോടാ? കിട്ടി. വെലോസിറ്റി എത്രയാ? പൈ. പൈ ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ എത്രയാ? പൈ ഇൻറ്റു സൈൻ ഒമേഗ ടി എന്തായിട്ട് മാറും? ഇനിഷ്യലിൽ 0 ആയിട്ട് മാറും. അപ്പോൾ സൈൻ തീറ്റ എന്ന് കിട്ടി. ഈ പൈയും പൈയും ക്യാൻസലായ 1 ഈസ് ഈക്വൽ ടു മൈനസ് എ സൈൻ തീറ്റ എന്ന് കിട്ടി. കിട്ടിയോടാ? കിട്ടി. ഇത് നമ്മുടെ ഇക്വേഷൻ 3. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം?
ഇവിടുന്ന് കോസ് തീറ്റ എന്തെന്ന് കിട്ടും? ഇവിടുന്ന് കോസ് തീറ്റ എടുത്താൽ കോസ് തീറ്റ ഈസിക്കൽ ടു 1/a എന്ന് കിട്ടും. ഇവിടുന്ന് സൈൻ തീറ്റ മാത്രം എടുത്താലോ സൈൻ തീറ്റ ഈസിക്കൽ ടു -1/a എന്ന് കിട്ടും. നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എത്രയാണ്? 1 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസിക്കൽ ടു 1. ഇനി ഇവിടുന്ന് ഈ കോസ് തീറ്റ എത്രയാണ്? 1/a ആണ്. അപ്പോൾ 1/a ദ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ തീറ്റ എത്രയാണ്? -1/a -1/a ദ ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു 1 എന്ന് കിട്ടി. ഇത് സോൾവ് ചെയ്യുമ്പോഴോ 1/a സ്ക്വയർ പ്ലസ് 1/a സ്ക്വയർ ഈസിക്കൽ ടു 1 2/a സ്ക്വയർ ഈസിക്കൽ ടു 1 ഇവിടുന്ന് a സ്ക്വയർ ഈസിക്കൽ ടു 2 അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് a ഈക്വൽ ടു എന്തെന്ന് കിട്ടി? √2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേടാ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two springs are joined and connected to mass m as shown. If the springs separately have force constant K1 and K2, the frequency of oscillation of mass m is. അപ്പോൾ K1 ഉം K2 എന്തായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? നമുക്ക് ഫിഗർ നോക്കിയാൽ അറിയാം എന്തായിട്ടാണ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. K1 ഉം K2 സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ നമ്മൾ പഠിച്ച K ഈക്വലിൻ്റെ ഇക്വേഷൻ എന്താ? K1 K2 ബൈ K1 പ്ലസ് K2. നമുക്ക് ഇക്വേഷൻ ഇവിടെ ഇട്ട് കൊടുത്താൽ പോരെ. നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ട? ഫ്രീക്വൻസി. ടൈം പീരിയഡ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2π × √m/k. ഇവിടുന്ന് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ പറ 1 ടൈം പീരിയഡ്. അപ്പോൾ 1/2π × √k/m എന്ന് കിട്ടും. ഇവിടുന്ന് കെയ്ക്ക് എന്ത് ഇട്ട് കൊടുക്കാം? 1/2π × കെയുടെ സ്ഥാനത്ത് K1 K2 ബൈ K1 പ്ലസ് K2 എന്ന് ഇട്ട് കൊടുക്കാം. ഇൻറ്റു എന്തുകൂടെ ഉണ്ട്? ഒരു എമ്മും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷനിൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനൊരു ആൻസർ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two masses m1 and m2 are suspended together by a massless spring of constant k. When the masses are in equilibrium, m1 is removed without disturbing the system. Then amplitude of oscillation is. ആദ്യം m1 ഉം m2 ഉണ്ടായിരുന്നു. അതിന് രണ്ടിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മാസ്ലെസ് സ്പ്രിംഗ് കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഇക്വേഷൻ എന്താ? F is equal to kx. അവിടുന്ന് k ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? F/x എന്ന് എഴുതാം. ആദ്യം m1 ഉം m2 ഉം ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോൾ കെയുടെ ഇക്വേഷൻ k അല്ല x is equal to F/k എന്ന് എഴുതിക്കൂടെ? സോ എക്സിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? m1 പ്ലസ് m2 രണ്ടും ഉണ്ടല്ലോ ഇൻറ്റു g ഡിവൈഡഡ് ബൈ k എന്ന് മാറും. ഇതെന്തുവാണ്? x1 ആണ്, ഇനിഷ്യലാണ്. ആദ്യം m1 ഉം m2 ഉണ്ടായിരുന്നപ്പോൾ m1 പ്ലസ് m2 g/k എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി എന്തോ അവിടെ പറഞ്ഞിട്ടുള്ളത്? ഇഫ് m1 ഈസ് റിമൂവ്ഡ്, m1 റിമൂവ് ചെയ്തു വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദി സിസ്റ്റം. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? m2 മാത്രമേ ഉള്ളൂ. അപ്പോൾ m2 മാത്രം ഉണ്ടാകുമ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എന്തെന്ന് കിട്ടും? x ഈസ് ഈക്വൽ ടു F/k തന്നെയാണ്. ഇവിടുന്ന് x2 ഈസ് ഈക്വൽ ടു എഫിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? m2g മാത്രമേ ഉള്ളൂ, m2g/k എന്ന് വരും. ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പോൾ x2 കിട്ടി, x1 കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ആണ്. ആംപ്ലിറ്റ്യൂഡ് എ ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഈക്വൽ ടു x1 മൈനസ് x2 ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. x1 മൈനസ് x2 എടുക്കുമ്പോൾ എങ്ങനെ വരും? m1 പ്ലസ് m2 ഇൻറ്റു g/k മൈനസ് m2g/k എന്ന് വരും. ഇവിടെ നിന്നൊരു m2g/kയും m2g/kയും ക്യാൻസൽ ആകുമ്പോൾ എന്തെന്ന് വരും? m1g/k എന്ന് വരും. അതാണ് എന്ത്? നമ്മുടെ ആംപ്ലിറ്റ്യൂഡ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോടാ? ഉണ്ട്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. On a smooth inclined plane, a body of mass m is attached between two springs. The other ends of the springs are fixed to form supports. If each spring has force constant k, the period of oscillation of the bodies. നമുക്ക് ഈ ഇൻക്ലിനേഷൻ ഒക്കെ തന്നിട്ടുള്ള വെറുതെയാണ്. കാരണം എന്താ? നമ്മളിവിടെ എടുക്കുന്ന റീസ്റ്റോറിങ് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മളിവിടെ എടുക്കുന്ന ഫോഴ്സ് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ഈ സ്പ്രിങ് കോൺസ്റ്റൻറ്റും ഈ ഒരു റീസ്റ്റോറിങ് ഫോഴ്സും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. അല്ലാതെ ഇത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എന്തെടുത്താൽ മതി? ഇവിടെ കെ ഇക്വലൻ്റ് എത്രയാണെന്ന് എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷനിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കാരണം ആ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇവിടെ ആക്ട് ചെയ്യത്തുള്ളൂ. സോ ഇവിടെ കെ ഇക്വലൻ്റ് എടുത്താൽ എന്താണ്? ഇത് രണ്ടും പാരലൽ കണക്ഷനാണ്. അപ്പോൾ കെ ഇക്വലൻ്റ് എന്തെന്ന് വരും? കെ പ്ലസ് കെ ഈസ് ഈക്വൽ ടു 2k എന്ന് വരും. ഇനി നമ്മുടെ ടൈം പീരിയഡ് ഇക്വേഷനിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ അല്ലെങ്കിൽ വേറെ ഒരു ഫോഴ്സ് നമ്മൾ എടുക്കത്തില്ല. എഫ് ഈസ് ഈക്വൽ ടു 2π × √m/k. കെക്ക് എന്തിട്ട് കൊടുക്കാം? 2k എന്ന് ഇട്ട് കൊടുക്കാം. 2π × √m/2k എന്ന് കിട്ടും. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
A particle starts SHM from the mean position. Its amplitude is A and the time period is T. At the time when its speed is half of the maximum speed, its displacement y is. അപ്പോൾ V എന്തായിട്ട് മാറി? Vmax by 2 ആവുമ്പോൾ എന്താ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വിയുടെ ഇക്വേഷൻ എന്താ? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസിക്കൽ ടു വി മാക്സിൻ്റെ ഇക്വേഷൻ എന്താ? ഒമേഗ എ ഡിവൈഡഡ് ബൈ 2. ഒരു ഒമേഗയും പോയി. അപ്പോൾ എന്തെന്ന് കിട്ടും? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസിക്കൽ ടു എ ബൈ 2 എന്ന് കിട്ടി. രണ്ടിടത്ത് സ്ക്വയർ എടുക്കുമ്പോൾ എന്താവും? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസിക്കൽ ടു എ സ്ക്വയർ ബൈ 4 എന്ന് വന്നു. ഇവിടുന്ന് എക്സ് സ്ക്വയർ ഈസിക്കൽ ടു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 4 ഈസിക്കൽ ടു 3a സ്ക്വയർ ബൈ 4. എക്സിൻ്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ട ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ഇപ്പോൾ വൈ എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എന്തെന്ന് കിട്ടും? റൂട്ട് 3a ബൈ 2 എന്ന് കിട്ടും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോടാ? ഉണ്ട്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The period of oscillation of a particle in SHM is 4 seconds. Its amplitude of vibration is 4 centimeter. അപ്പോൾ എന്താണ്? ടൈം പീരീഡ് തന്നിട്ടുണ്ട് 4 സെക്കൻഡ്, ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ. ഡിസ്റ്റൻസ് ഓഫ് ദി പാർട്ടിക്കിൾ 1/3 സെക്കൻഡ് ആഫ്റ്റർ പാസിംഗ് ദ മീൻ പൊസിഷൻ. 1/3 സെക്കൻഡിലുണ്ടാവുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സിൻ്റെ ഇക്വേഷൻ എന്താ? എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി അല്ലേ? അതെ. ഈസിക്കൽ ടു എയുടെ വാല്യൂ നമുക്കറിയാം 4 ഇൻറ്റു സൈൻ ഒമേഗയ്ക്ക് നമുക്ക് എങ്ങനെ എഴുതാം? 2π/t എന്ന് എഴുതാം ഇൻറ്റു ടി ഈസിക്കൽ ടു 4 ഇൻറ്റു സൈൻ 2π ഡിവൈഡഡ് ബൈ ടിയുടെ വാല്യൂ എത്രയാ? 4 ഇൻറ്റു ടൈം പീരീഡ് എത്രയാ? 1/3 ഈസിക്കൽ ടു 4 ഇൻറ്റു സൈൻ എന്ത് കിട്ടും? ഈ ഒരു 2ഉം 4ഉം വെട്ടി ഇവിടെ പൈ അല്ല, ഇവിടെ 2 ആവും. അപ്പോൾ π/6 എന്നാവും. സൈൻ π/6. സൈൻ π/6ൻ്റെ വാല്യൂ എത്രയാ? 1/2 ഈസിക്കൽ ടു 4 ഇൻറ്റു 1/2 ഈസിക്കൽ ടു എത്ര കിട്ടിയടാ? 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി അല്ലേ? ഡിസ്റ്റൻസ് 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A body executing SHM has a maximum velocity of 1 meter per second. അപ്പോൾ വി മാക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാ? 1 meter per second ഈസിക്കൽ ടു അതെന്താണ്? ഒമേഗ എ ആണ്. ആൻഡ് മാക്സിമം ആക്സിലറേഷൻ ഓഫ് 4 meter per second സ്ക്വയർ. അപ്പോൾ എ മാക്സും തന്നിട്ടുണ്ട് എത്രയാടാ? 4 meter per second സ്ക്വയർ ഈസിക്കൽ ടു ഒമേഗ സ്ക്വയർ എ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ആംപ്ലിറ്റ്യൂഡാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ആദ്യം എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2/1 എടുത്താൽ ഒമേഗയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഒമേഗ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ ഒമേഗ എ ഈസിക്കൽ ടു 4/1 എന്ന് കിട്ടും. എയും വെട്ടി ഒമേഗ ഈസിക്കൽ ടു ഒരു ഒമേഗയും പോയി ഒമേഗ ഈസിക്കൽ ടു 4 എന്ന് കിട്ടി. ഒമേഗ 4 എന്ന് കിട്ടിയാൽ ഈ വാല്യൂ എടുത്ത് ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ പോരെ? 1 ഈസിക്കൽ ടു ഒമേഗ 4 ഇൻറ്റു 1 ഈസിക്കൽ ടു 4 ഇൻറ്റു എ അല്ലേ? ഇനി എ ഈസിക്കൽ ടു എന്തെന്ന് കിട്ടും? 1/4 എന്ന് കിട്ടും. എക്ക് 4 ഇട്ട് കൊടുത്താൽ അപ്പോൾ എ ഈസിക്കൽ ടു 1/4 എന്ന് കിട്ടും. 1/4 എത്രയാടാ? 0.25. സോ ദ ആൻസർ ഈസ് എത്ര കിട്ടി? 0.25 മീറ്റർ അല്ലേ? ഓക്കെ. 0.25 മീറ്റർ എന്ന് കിട്ടി. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. If the displacement x and velocity v of a particle executing simple harmonic motion are related through the expression 4v square is equal to 25 minus x square, then maximum displacement in meter is. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. 4v square is equal to 25 minus x square. നമുക്ക് ഈ ഇക്വേഷന് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ, അതായത് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ആംപ്ലിറ്റ്യൂഡാണ്. അത് കാണാൻ എന്ത് ഇക്വേഷനിലോട്ട് മാറ്റണം? വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന ഒരു ഇക്വേഷനിലോട്ട് ഈ ഇക്വേഷനെ കൺവേർട്ട് ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെടുക്കും? വി സ്ക്വയർ ആദ്യം ഒറ്റയ്ക്കാക്കാം. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ഇനി ഇവിടുന്ന് വി ആക്കിയാൽ റൂട്ട് എടുത്താൽ വി ഈക്വൽ ടു 1/4ൻ്റെ റൂട്ട് എത്രയാണ്? 1/2. 1/2 ഇൻറ്റു ബ്രാക്കറ്റിൽ എന്ത് വരും? റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? വി ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു റൂട്ട് ഓഫ് 25നെ 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. എഴുതിക്കൂടെടാ? എഴുതാം. ഇതിപ്പോൾ നോക്കി വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നൊരു ഫോർമാറ്റിലായില്ലേ? ഇനി പറ, ഇവിടെ എയുടെ വാല്യൂ എത്രയാണ്? എ ഈസ് ഈക്വൽ ടു
5 എന്ന് കിട്ടിയില്ലേ. സോ ദി മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 5 മീറ്റർ. ഇനി ഇവിടെ ഒമേഗയോ ടൈം പീരിയഡോ ഒക്കെ ചോദിക്കാം. ഒമേഗയെ ചോദിച്ചിരുന്നെങ്കിൽ വാല്യൂ എത്രയാണ്? ഒമേഗയെ ചോദിച്ചിരുന്നെങ്കിൽ 1/2 കിട്ടിയാണ്. ടൈം പീരിയഡ് ആയിരുന്നെങ്കിലോ ഒമേഗയ്ക്ക് 2π/t എന്ന് ഇട്ട് കൊടുത്തേനെ. 2π/t = 1/2. ഇവിടുന്ന് t = എത്രയെന്ന് കിട്ടും? 4π എന്ന് കിട്ടിയാണ്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചോദിക്കായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A body of mass 1/4 kg is in SHM and its displacement is given by the relation y is equal to 0.05 sin 20t plus π/2. അല്ലേ? അതെ. ഇഫ് ടി ഈസ് ഇൻ സെക്കൻഡ്സ് ഇത് മാക്സിമം ഫോഴ്സ് ആക്ടിങ് ഓൺ ദി പാർട്ടിക്കിൾ ഈസ്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താടാ? m × a. മാസ് നമുക്ക് തന്നിട്ടുണ്ട് 1/4 ഇൻറ്റു എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ എന്താണ്? ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താ? a is equal to omega square into a. ഇനി എയുടെ വാല്യൂ ഒമേഗ എയും കിട്ടിയാൽ പോരെ. ഒമേഗ ഇവിടെ എത്രയാ? 20 ആണ്. അപ്പോൾ 20 × 20 എന്ന് കിട്ടി. ഇൻറ്റു എ വേണം. എ എത്രയാ? 0.05 ആണ്. സോ 0.05. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 400 ഇൻറ്റു 0.05 എങ്ങനെ എഴുതാം? 5/100 എന്ന് എഴുതാം. 0 zeros പോയിട്ട് 20 എന്ന് കിട്ടി. ആക്സിലറേഷൻ്റെ വാല്യൂ എത്ര കിട്ടിയടാ? 20 എന്ന് കിട്ടി. ഇനി ഇതെടുത്ത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. 1/4 ഇൻറ്റു 20 = എത്ര കിട്ടി? 5 ന്യൂട്ടൺ എന്ന് ആൻസർ കിട്ടി. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, 5 ന്യൂട്ടൺ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the phase difference between two simple harmonic motions represented by x1 is equal to a sin omega t plus π/6, x2 is equal to a cos omega t. നമുക്ക് എന്ത് ചെയ്യണം? ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് കണ്ടത്. ഫേസ് ഡിഫറൻസ് ആണ് എന്ത് ചെയ്യണം? ആദ്യം രണ്ടും ഒരേ ട്രിഗണോമെട്രിക് റേഷ്യോയിലാക്കണം. നമുക്ക് ഈ a cos omega t a സൈൻ്റെ ഫംഗ്ഷനിലാക്കുമ്പോൾ എന്ത് കിട്ടും? x2 is equal to a sin ഇൻറ്റു omega t plus π/2 എന്ന് കിട്ടി. കിട്ടിയില്ലേ? കിട്ടി. കാരണം എന്താ? cos θ is equal to sin of 90 plus θ ആണ്. ഇനി നമുക്ക് നോക്ക് ഈ രണ്ട് ഇക്വേഷനിൽ ഫേസ് ഡിഫറൻസ് കണ്ടുകൂടെ. ഫേസ് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും? Δ φ is equal to π/2 minus π/6. എത്ര കിട്ടുമടാ? 6π minus 2π 4π divided by 12 എന്ന് കിട്ടും. ഈക്വൽ ടു π/3 എന്ന് കിട്ടും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A particle executes a simple harmonic motion as a period of 6 seconds. അപ്പോൾ ടിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 6 seconds. The time taken by the particle to move from mean position to half of the amplitude. അപ്പോൾ y is equal to എന്താണ്? a/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ദ മീൻ പൊസിഷൻ ഈസ്. നമുക്ക് കാണേണ്ടത് എന്താ? ടൈം ടേക്കണാ കാണേണ്ടത്. ടി ആണ് കാണേണ്ടത് അല്ലേ? നമ്മുടെ ഇക്വേഷൻ എന്താ? y is equal to a sin omega t. y എന്താണ്? a/2 ആണ്. അപ്പോൾ a/2 is equal to a ഇൻറ്റു സൈൻ ഒമേഗയ്ക്ക് എന്തിട്ട് കൊടുക്കാം? 2π/t ഇൻറ്റു ടി എന്ന് ഇട്ട് കൊടുക്കാം. എ വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. എ രണ്ടും എന്തായി? കട്ടായി പോയി. 1/2 is equal to സൈൻ ഇൻറ്റു 2π divided by t എത്രയാ? 6 ഇൻറ്റു ടി അല്ലേ? അതെ. ഇവിടുന്ന് 1/2 is equal to സൈൻ 2 6 വെട്ടി എത്ര കിട്ടും? π/3 എന്ന് കിട്ടും. അപ്പോൾ π/3 ഇൻറ്റു ടി എന്ന് കിട്ടി. കിട്ടിയില്ലേ? കിട്ടി. എപ്പോഴാണ് സൈൻ തീറ്റ 1/2 ആവുന്നത്? സൈൻ തീറ്റ 1/2 ആവുന്നത് എപ്പോഴാണ്? സൈൻ 30-ലാണ്. സൈൻ 30 is equal to 1/2 ആണ്. അതായത് സൈൻ π/6-ലാണ് എന്ത് ചെയ്യുന്നത്? 1/2 ആവുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? സൈൻ ഇൻവേഴ്സ് 1/2 is equal to എത്ര കിട്ടും? π/3 ഇൻറ്റു ടി എന്ന് കിട്ടി. സൈൻ ഇൻവേഴ്സ് 1/2 എത്ര? π/6. π/6 is equal to π/3 ഇൻറ്റു ടി എന്ന് കിട്ടും. ഈ പൈയും പോയി ടി is equal to 3/6 എന്ന് കിട്ടും. is equal to 1/2 is equal to 0.5 സെക്കൻഡ് അല്ലെങ്കിൽ 1/2 സെക്കൻഡ് എന്ന് കിട്ടി. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോടാ? ഉണ്ട്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A block is resting on a piston which is moving vertically with SHM of period 1 second. What is the minimum amplitude to be given to it so that the block and piston can separate? എപ്പോഴാണ് ബ്ലോക്കും പിസ്റ്റണും സെപ്പറേറ്റ് ആവുന്ന കണ്ടീഷൻ? അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, മാക്സിമം ഫോഴ്സ് എപ്പോഴാണോ വെയിറ്റ് ഓഫ് ദി ബോഡി എക്സീഡ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും ഈ ബ്ലോക്കും പിസ്റ്റണും സെപ്പറേറ്റ് ആവുന്നത്. അപ്പോൾ നമുക്കിവിടെ ഏത് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം? m omega square y is equal to
എം ജി എന്ന് അപ്ലൈ ചെയ്യാം. എമ്മും വെട്ടിപ്പോയാൽ ഒമേഗ സ്ക്വയർ വൈ ഈസിക്കൽ ടു ജി എന്ന് കിട്ടും. ഇവിടുന്ന് വൈ ഈസിക്കൽ ടു ജി ബൈ ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ജിക്ക് നമുക്ക് എത്ര ഇട്ട് കൊടുക്കാം? 9.8 ഇട്ട് കൊടുക്കാം. ഡിവൈഡഡ് ബൈ ഒമേഗ കണ്ടുപിടിക്കണം. ഒമേഗ ഈസിക്കൽ ടു എന്താണ്? 2π/t ആണ്. t 1 ആകുമ്പോൾ 2π എന്ന് കിട്ടും. ദെർഫോർ ഇവിടെ എന്തെന്ന് കിട്ടും? 2 × 3.14 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. കിട്ടൂലേടാ? കിട്ടും. ഈസിക്കൽ ടു 9.8 ഡിവൈഡഡ് ബൈ 4 × 3.14 സ്ക്വയർ എടുക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി എന്ത് വരും? 9 something എന്ന് വരും. ആ 9 something 9.8 എന്തും വെട്ടിപ്പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? 1/4 എന്ന് കിട്ടും. ഈസിക്കൽ ടു എത്രയാ? 0.25 മീറ്റർ എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A particle executes SHM, its time period is 16 seconds. T is equal to 16 seconds ആണ് പറഞ്ഞിട്ടുണ്ട്. If it passes through the center of the oscillation, then its velocity is 2 meter per second. Velocity തന്നിട്ടുണ്ട് 2 meter per second. At a time T is equal to 2 second എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ആംപ്ലിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ച എന്തുവാ? A ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി അല്ലേ? അതെ. ഇവിടെ നമുക്ക് വെലോസിറ്റിയുടെ എത്ര വാല്യൂ? 2 ആണ്. 2 ഈസ് ഈക്വൽ ടു എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ഇൻറ്റു ഒമേഗയ്ക്ക് എത്ര ഇട്ട് കൊടുക്കാം? 2π/t ഇട്ട് കൊടുക്കാം. ഇൻറ്റു കോസ് 2π/t ഇൻറ്റു ടി എന്ന് വരും അല്ലേ? ഈസ് ഈക്വൽ ടു 2 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 2π/t എത്രയാ? 2π/16 എ ഇൻറ്റു π/8 എന്ന് വരും. ഇൻറ്റു കോസ് 2π/16 എത്ര വരും? π/8 എന്ന് വരും. ഇൻറ്റു ഇവിടെ ഒരു 2 കൂടെ ഉണ്ട്. ടൈം പീരീഡ് 2 അല്ലേ? ഇനി എത്ര കിട്ടും? 2 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു π/8 ഇൻറ്റു കോസ് π/8 ഇൻറ്റു 2 എത്ര കിട്ടും? π/4 എന്ന് കിട്ടും. കോസ് π/4. 2 ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു കോസ് π/4 എത്രയാ? 1/√2 ആണ്. 1/√2. നമുക്ക് എ മാത്രം എഴുതിയാൽ എന്തെന്ന് കിട്ടും? എ ഈസ് ഈക്വൽ ടു 2 × 8 16√2 ഡിവൈഡഡ് ബൈ പൈ എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ ഈക്വൽ ടു 16√2 ഡിവൈഡഡ് ബൈ 3.14 എന്ന് കിട്ടും. കിട്ടൂലേടാ? ഈ √2ന് നമുക്ക് 1.414 ഇട്ട് കൊടുത്താൽ ഇത് അപ്രോക്സിമേറ്റ് കട്ട് ചെയ്തിട്ട് നമുക്കിവിടെ എന്തിട്ട് കൊടുക്കാം? ഒരു 1.5 സംതിങ് എന്ന് ഇട്ട് കൊടുക്കാം. 1.6 സംതിങ് എന്ന് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ചെയ്യുമ്പം നമുക്ക് ആൻസർ എത്ര കിട്ടും? 7 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടും. അതായത് ഏകദേശം ഒരു 8ന് അടുത്തൊരു വാല്യൂ കിട്ടും. 7 പോയിൻറ്റ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. 7.2 മീറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ 7.2 മീറ്റർ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A body of mass 5 gram is executing simple harmonic motion about a fixed point O. With an amplitude of 10 cm, its maximum velocity is 100 cm per second. Its velocity will be 50 cm per second at a distance of. അപ്പോൾ Vmaxന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? Vmax is equal to 100 cm per second. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് വെലോസിറ്റി 50 സെൻറ്റിമീറ്റർ ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒമേഗ കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? വി മാക്സിൻ്റെ വാല്യൂ നമുക്കറിയാം. എ ഒമേഗയാ. അതിൻ്റെ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 100 ആണ് തന്നിട്ടുണ്ട്. ഇവിടുന്ന് എക്ക് 10 ഇട്ട് കൊടുത്താൽ 10 × ഒമേഗ ഈസിക്കൽ ടു എത്ര കിട്ടും? 100 എന്ന് കിട്ടും. ഒമേഗ ഈസിക്കൽ ടു 10 rad/second എന്ന് കിട്ടും. കിട്ടില്ലേ? കിട്ടും. ഇനി നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. വെലോസിറ്റി ഈസിക്കൽ ടു ഒമേഗ ഇൻറ്റു √(a²-x²). ഒമേഗ എത്രയാ? 10 × എയുടെ വാല്യൂ എത്രയാ? 10² - x². ഈ വി എത്രയാന്ന് തന്നിട്ടുണ്ട്? 15 ആണ് തന്നിട്ടുണ്ട്. 0 പോയാൽ ഇനി 100 സ്ക്വയർ എടുത്ത് എത്ര കിട്ടും? 25 ഈസിക്കൽ ടു 10² - x² എന്ന് കിട്ടും. ഇവിടുന്ന് x² ഈസിക്കൽ ടു 100 - 25 ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 75 എന്ന് കിട്ടും. ദെർഫോർ x ഈക്വൽ ടു √75 ഈസിക്കൽ ടു 5√3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A particle is vibrating in SHM with an amplitude of 4 cm. ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ? 4 cm എന്ന് തന്നിട്ടുണ്ട്. At one displacement from the equilibrium position, does it have half potential and half kinetic energy? പൊട്ടൻഷ്യലും പകുതിയാണ്, കൈനറ്റിക് എനർജിയും പകുതിയാണ്. നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ പോരെ? രണ്ടും പകുതിയാവുമ്പോൾ മീൻസ് എന്താ? രണ്ടും ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്തിട്ട് കൊടുക്കാം? പൊട്ടൻഷ്യൽ എനർജി ഈസിക്കൽ ടു കൈനറ്റിക് എനർജി എന്നിട്ടാൽ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്താ? ½ kx².
ഈസ് ഇക്വൽ ടു കൈനറ്റിക് എനർജി ആകുമ്പോൾ ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഈ ഹാഫ് കെ വെട്ടിപ്പോയാൽ എക്സ് സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരുന്നു. ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സ്ക്വയർ എന്നായി. നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി. ഇവിടുന്ന് എക്സ് ഈക്വൽ ടു എന്ന് കിട്ടി എ ബൈ റൂട്ട് 2 എന്ന് കിട്ടി. ഇനി എയുടെ വാല്യൂ എത്ര തന്നിട്ടുണ്ട് 4 ആണ്. അപ്പോൾ 4 ബൈ റൂട്ട് 2 എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും 2√2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോടാ? ഉണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ നിന്നൊരു കണ്ടീഷൻ കൂടെ ഓർത്തിരിക്കണം. എക്സിൻ്റെ വാല്യൂ എ ബൈ റൂട്ട് 2 ആകുമ്പോഴാണ് എന്താവുന്നത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്നതെന്ന് മനസ്സിലാക്കണം. ഒരു ഇതിൽ പൊട്ടൻഷ്യൽ ഹാഫും കൈനറ്റിക് എനർജി ഹാഫും ആവുന്നത് എന്താ? അത് രണ്ടും ഈക്വൽ ആണെന്ന് അർത്ഥം. അപ്പോൾ ഈ ഒരു കണ്ടീഷനൂടെ എന്ത് ചെയ്യുക? മറക്കാതിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When the displacement is half of the amplitude, the ratio of potential energy to the total energy. Potential energy by total energy യുടെ ഇക്വേഷൻ പറ. പൊട്ടൻഷ്യൽ എനർജി ഇപ്പം നമ്മൾ പറഞ്ഞു ഹാഫ് കെ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് കെ എ സ്ക്വയർ. ഹാഫ് കെയും വെട്ടിപ്പോയാൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് കിട്ടി. ഇനി എക്സ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിട്ട് കൊടുക്കാം? എ ബൈ 2 എന്ന് ഇട്ട് കൊടുക്കാം. എ ബൈ 2 ദ ഹോൾ സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് കിട്ടി. ഇത് ചെയ്യുമ്പോൾ എത്ര ഇട്ടുവിടാം? 1/2 സ്ക്വയർ ഈസ് ഇക്വൽ ടു 1/4 എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A particle starts simple harmonic motion from the mean position. Its amplitude is a and time and total energy E. At one instant, its kinetic energy is 3E/4. Its displacement at that instant is. അപ്പോൾ കൈനറ്റിക് എനർജി എത്രയും ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്? ടോട്ടൽ എനർജിയുടെ 3/4 ഈക്വലാന്നുണ്ട്. ഇ എന്ന് പറയുന്നത് ടോട്ടൽ എനർജി. അപ്പോൾ 3/4 ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തോ കാണേണ്ടത്? ഡിസ്പ്ലേസ്മെൻറ്റ് എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താടാ? ഹാഫ് എം അല്ലെങ്കിൽ ഹാഫ് എം ഒമേഗ കെയ്ക്ക് ഹാഫ് എം ഒമേഗ സ്ക്വയർ എന്ന് ഇട്ട് കൊടുത്തതാണ്. ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഇക്വൽ ടു 3/4 ഇൻറ്റു ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന്. ഇവിടെ നീ ഹാഫ് എം ഒമേഗ സ്ക്വയർ എന്ത് ചെയ്യും? രണ്ടിടത്തുനിന്ന് വെട്ടിക്കളഞ്ഞാൽ എ സ്ക്വയർ എ എത്രയാ? എ തന്നെ. അപ്പോൾ എ സ്ക്വയർ മൈനസ് നമുക്ക് സ്മാൾ ഇട്ട് കൊടുക്കാം. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 3/4 ഇൻറ്റു എ സ്ക്വയർ എന്ന് കിട്ടി. കിട്ടിയില്ലേടാ? കിട്ടി. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 3/4 എ സ്ക്വയർ എന്ന് എഴുതാം. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയറിൽ നിന്ന് 3/4 എ സ്ക്വയർ പോയാൽ എ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടി. ഇവിടുന്ന് എക്സ് ഈസ് ഈക്വൽ ടു എ ബൈ 2 എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. എക്സിൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞ എക്സ് എത്ര കിട്ടി? എ ബൈ 2. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a body is executing simple harmonic motion and its current displacement is √3/2 times the amplitude from its mean position. അപ്പോൾ എക്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? √3/2 a ആണെന്ന് തന്നിട്ടുണ്ട്. Then the ratio between potential energy and kinetic energy PE/KE ആണ് ചോദിച്ചേക്കുന്നത്. പിയുടെ ഇക്വേഷൻ എന്താ? P/KE is equal to പിയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് കെ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഹാഫ് കെ വെട്ടിപ്പോയാൽ എക്സിന് നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? √3/2 എന്ന് ഇട്ട് കൊടുക്കാം. √3/2 a ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്നതിന് താഴെ എ സ്ക്വയർ മൈനസ് √3/2 a സ്ക്വയർ എന്ന് വരും ഇല്ലേ? ഇങ്ങനെ കിട്ടും. ഇതെടുക്കുമ്പോൾ എങ്ങനെ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? √3/2 a സ്ക്വയർ എത്ര കിട്ടും? 3a സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് 3a സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 3a സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ദ ഹോൾ ഡിവൈഡ് ബൈ എ സ്ക്വയറിൽ നിന്ന് 3a സ്ക്വയർ ഡിവൈഡ് ബൈ 4 പോയാൽ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ഈ എ സ്ക്വയർ ബൈ 4ഉം എ സ്ക്വയർ ബൈ 4ഉം വെട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 3:1 എന്ന് കിട്ടും. പൊട്ടൻഷ്യൽ എനർജി ഈസ് ടു കൈനറ്റിക് എനർജി എത്ര കിട്ടും? 3:1 എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A body of mass 1 kilogram is executing simple harmonic motion. Its displacement x in centimeter at time t is given by എന്ത് തന്നിട്ടുള്ള x is equal to 6 sin 100t plus pi/4 അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തോ? മാക്സിമം കൈനറ്റിക് എനർജി KE max is equal to എന്താ? കൈനറ്റിക് എനർജി മാക്സിമം ആവുന്ന കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് എം
അതായത് കെയ്ക്ക് എം ഒമേഗ സ്ക്വയർ ഇട്ട് കൊടുത്താൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. കൈനറ്റിക് എനർജി മാക്സിമം ആവുന്ന എപ്പോഴാണ് എക്സ് 0 ആകുമ്പോൾ. അപ്പോൾ കൈനറ്റിക് എനർജി മാക്സ് ഈസിക്കൽ ടു എത്രയെന്ന് കിട്ടും? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ഈസിക്കൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഓക്കെ അല്ലേ? ഓക്കെ. ഈസിക്കൽ ടു ഹാഫ് ഇൻറ്റു എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 1 കിലോഗ്രാം ഇൻറ്റു ഒമേഗയുടെ വാല്യൂ എത്രയാണ്? 100ൻ്റെ സ്ക്വയർ 100 ഇൻറ്റു 100 ഇൻറ്റു എ എത്രയാണ്? 6. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് സെൻറ്റിമീറ്ററിലാകുമ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് എന്തിലായിരിക്കും? സെൻറ്റിമീറ്ററിലായിരിക്കും. അപ്പോൾ അതിനെ എന്താക്കണം? മീറ്ററിലാക്കണം. അപ്പോൾ 6 ഇൻറ്റു 10⁻² ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഈസിക്കൽ ടു ഹാഫ് ഇൻറ്റു 100 ഇൻറ്റു 100 എങ്ങനെ എഴുതാം? 10⁻4 ഇൻറ്റു 6ൻ്റെ സ്ക്വയർ 36 ഇൻറ്റു 10⁻²ൻ്റെ സ്ക്വയർ വരുമ്പോൾ 10⁻⁻4. ഇതും ക്യാൻസലായി പോകില്ലേ? ഹാഫ് ഇൻറ്റു 36 എത്ര കിട്ടും? 18 ജൂൾ എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A mass M is suspended by means of two coiled springs which have the same length in unstretched condition is in figure. Their force constant are K1 and K2 respectively. When set into vertical vibrations, the period will be. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം K1 ഉം K2 എന്ത് കണക്ഷനാണ്? പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷൻ ആകുമ്പോൾ K ഇക്വലൻ്റ് എന്തുവാ? K1 + K2. ഇന്ന് നമുക്ക് ഡയറക്റ്റ് ടൈം പീരീഡ് ഇട്ട് കൊടുത്താൽ മതി. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ കെ ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എം ഡിവൈഡഡ് ബൈ K1 + K2. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോടാ? ഉണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A spring has a certain mass suspended from it and its period for vertical oscillation is t. The spring is now cut into two equal halves and the same mass is suspended from one of the halves. The period of vertical oscillation is now. ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ലേ? കട്ടിങ് ഓഫ് സ്പ്രിങ് പറഞ്ഞിട്ടുണ്ടല്ലേ. നമുക്ക് ആദ്യം നമ്മുടെ ഇക്വേഷൻ എഴുതാം. T is equal to 2π into root of m by k. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ സ്പ്രിങ്ങിൻ്റെ. ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പ്രിങ് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തപ്പോൾ എന്തായിട്ട് മാറി? സ്പ്രിങ്ങിനെ പകുതിയാക്കി. 2 ഈക്വൽ ഹാവ്സ് എന്നല്ലേ. അതായത് സ്പ്രിങ്ങിൻ്റെ ലെങ്ത് എന്തായിട്ട് മാറി? ലെങ്ത് L/2 ആയിട്ട് മാറി. നമ്മൾ പറഞ്ഞായിരുന്നു സ്പ്രിങ് കോൺസ്റ്റൻറ്റ് എന്തായിട്ട് മാറുമെന്ന്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണെന്ന് പറഞ്ഞായിരുന്നല്ലേ. അപ്പം ലെങ്ത് L/2 ആയിട്ട് മാറുമ്പോൾ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് എന്തായിട്ട് മാറും? ടോയ്സ് ആയിട്ട് മാറും. 2k ആയിട്ട് മാറൂലേ? K' 2k ആയിട്ട് മാറും. ഇനി അത് വെച്ചൊരു ഇക്വേഷൻ എഴുതണം. T is equal to 2π into root of m by k dash is equal to 2π into root of m by 2k എന്ന് കിട്ടി. ഇനി ഇതിനെ എഴുതിയാൽ 2π into root of m by k എന്തുവാ? t ആണ്. അപ്പോൾ ബാലൻസ് ഇവിടെ എന്തുണ്ട്? ഒരു √2 ഉണ്ട്. അപ്പോൾ എന്തെന്ന് വരും? T dash is equal to t by √2 എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The acceleration due to gravity at a place is pi square meter per second square. Then the time period of simple pendulum of length 1 meter is. Simple pendulum time period equation എന്താ? 2π into root of L by G is equal to 2π into root of length എത്രയാ? 1 divided by G എത്രയാ? pi square is equal to 2π into root of 1 by pi എന്ന് കിട്ടും. പൈയും പൈയും വെട്ടിയാൽ എത്ര കിട്ടും? 2 സെക്കൻഡ് എന്ന് കിട്ടും. അങ്ങനെ ആൻസർ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The period of a simple pendulum measured by inside a stationary lift is t. അപ്പോൾ ആ ടിയുടെ വാല്യൂ എന്താ? നോർമൽ ഉള്ള ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π into root of L by G. If the lift starts moving upward with a acceleration g/3. അപ്പോൾ g/3 എന്ത് ചെയ്തു? ലിഫ്റ്റ് അപ്പിലോട്ട് പോയി. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താ? T dash is equal to 2π into root of L by G effective. G effective എന്തായിട്ട് മാറും? അപ്പിലോട്ട് പോകുമ്പോൾ G plus A ആയിട്ട് മാറും. ഈസ് ഈക്വൽ ടു T dash ഈസ് ഈക്വൽ ടു 2π into root of L by G plus A എന്ന് മാറിയില്ലേ? മാറി. ഇവിടെ A എത്രയാ? g/3. അപ്പോൾ 2π into root of L by G plus g/3 ചെയ്യുമ്പോൾ എത്ര കിട്ടുമോടാ? 2π into root of L divided by 3g plus 4g divided by 3 എന്ന് കിട്ടിയില്ലേ? കിട്ടി. നമുക്ക് എന്തുവാ കാണണ്ടേ? ഈ ടി ഡാഷും ടിയും തമ്മിൽ റിലേഷനാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 1/2 എടുക്കാം. അപ്പോൾ ടി ഡാഷ് കിട്ടി, ടിയും കിട്ടി. ഇനി നമുക്ക് എന്തെടുക്കാം? 2/1 എടുക്കാം. 2/1 എടുത്താൽ എന്ത് കിട്ടും? T dash by T ഈക്വൽ ടു 2π into root of L divided by 4g/3. അപ്പോൾ 3L/4g എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 2π into root of L by G എന്ന് കിട്ടിയില്ലേടാ?
കിട്ടി. ഇതെല്ലാം കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ T'/T = നമുക്ക് എത്രയെന്ന് കിട്ടും? ഈ 2πയും 2πയും വെട്ടി റൂട്ട് എല്ലും റൂട്ട് ജിയും വെട്ടി നമുക്ക് √3/4 എന്ന് കിട്ടും. √3/4 എന്ന് കിട്ടും. കിട്ടിയില്ലേ? കിട്ടി. ഇപ്പോൾ നമുക്ക് T'/T = എന്തെന്ന് കിട്ടും? √3/2 എന്ന് കിട്ടും. T' = √3/2 × T എന്ന് കിട്ടി. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ ഇവിടെ? ഉണ്ട്. ഇതൊരു വോൾ ഡിവൈഡ് ബൈ 2 ആണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി അല്ല, √3/2 × T. സി ആണ് ആൻസർ. ഡിയിൽ √3/2 അപ്പോൾ അത് അല്ല, സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആൻസർ ആയിട്ട് കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.